ഇന്നലെ നടന്ന ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും നെഗറ്റീവായിട്ടാണ് കമൻറ്റ് ഇട്ടിരുന്നത്. അതും കമൻറ്റ് ഇടുന്ന മാത്രമല്ല, വളരെ അസഭ്യമായിട്ടുള്ള വർഷങ്ങളാണ് കമൻറ്റ് മൊത്തം ഉള്ളത്. അതായത് ഒരാളുടെ അഭിപ്രായം പറയുമ്പം അതിനെ വിമർശന രീതിയിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം ഞാനും അത് തന്നെയാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അതിലൊരു മാന്യതയുണ്ട്. കാരണം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇവർ പറയുന്നത്, ഇപ്പം ഞാനൊരു കമൻറ്റ് വായിക്കാം. ഇത് കണ്ടോ, പോടാ നീ പോടാ, ആദിവാസി ദളിത് സംഘടനകൾ ഹർത്താൽ നടത്തിയ BJP-ക്കാരനായി നിനക്ക് പറ്റില്ല. BJP CPM കുറച്ച് പത്രമാധ്യമങ്ങൾ മാത്രമാണ് ഇന്നലത്തെ ഹർത്താലിനെ എതിർത്തത്. സവർണന്മാർക്ക് പിടിക്കത്തില്ല എന്ന്. ഇവർക്ക് എന്താ, ഞാൻ BJP-ക്കാരനാണെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം. കാരണം ഞാനൊരു BJP-ക്കാരനാണ്. ഞാനിത് എതിർത്ത് സംസാരിച്ചുകൊണ്ട് BJP-ക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്, ചിലർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും നടത്തിയ ഹർത്താലിന് നിനക്കൊന്നും പറയാനില്ലായിരുന്നു എന്ന്. ഹർത്താലുകൾ ഇവരാരും നടത്തിയിട്ടും ഇന്നേ വരെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. കാരണം ജനങ്ങളിതെല്ലാം സഹിക്കുന്നത് ഇതിനെ പേടിച്ചിട്ട് മാത്രമാണ്, പാർട്ടികളെ പേടിച്ചിട്ടാണ്. കാരണം അവരുടെ മുതലുകൾ നശിപ്പിക്കുന്നുള്ള പേടിയാണ് ഇവരെല്ലാവരും ഹർത്താലിനെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, സഹകരിക്കുന്നത് പേടിച്ചിട്ടാണ്. നിങ്ങൾ അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഹർത്താലിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ചിലവർ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് CPM-ഉം കമ്മ്യൂണിസ്റ്റും നടത്തി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനൊരു സംഘടന നടത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ദളിത് സംഘടന നടത്തുന്നതുകൊണ്ട് നിങ്ങളെ എതിർക്കുകയാണ്, നിങ്ങൾ സവർണനാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോ കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ ഹർത്താൽ നടത്തിയോണ്ട് ഇവിടെ യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഹർത്താൽ നടത്തിയോണ്ട് നിങ്ങൾ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? അവർ അനുകരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ചട്ടമ്പിത്തരമാണ് അവരും അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചട്ടമ്പിത്തരം, നിർബന്ധിച്ചതായിട്ട് സ്വന്തം കടകൾ അടപ്പിക്കുക എന്നുള്ളത്, അതായത് ഒരാളുടെ കട നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അടപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അവരെ പേടിച്ചിട്ടാണ്, അവരെ സഹകരിച്ചിട്ടല്ല, അവരെ പേടിച്ചിട്ടാണ് കാലാകാലങ്ങളായി കടകളും ബസ്സുകളും ഇവർ ഓടിക്കാത്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസമായിരിക്കാം പലരും ആ റോട്ടിൽ ഇറങ്ങി നടന്നതും. പക്ഷേ നിങ്ങൾ അത് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം മുന്നോട്ട് വെക്കേണ്ട ആശയം നിങ്ങളും ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ എന്നുള്ള, സഹകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നിങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനല്ല നോക്കുന്നത്, നിങ്ങളും അവരെ അതിക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ വണ്ടിയുടെ കാറ്റ് വരും. അതായത് വീഡിയോ കാണിച്ചില്ല, ഒരാളുടെ ചെകിടക്കുറ്റിക്ക് അടിക്കുകയാണ് പോയെന്ന് പറഞ്ഞിട്ട്, ഇറങ്ങി നടന്നു പറഞ്ഞ് ചെകിടക്കുറ്റിക്ക് അടിക്കുകയാണ്. നിങ്ങളുടെ ആശയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ശരി തന്നെയാണ്. അതിനകത്ത് അദ്ദേഹത്തിന് നീതി കിട്ടണം, ഇതിന് രാജ്യം നീതി കിട്ടണം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഹർത്താൽ നടത്തിയുകൊണ്ട് എന്ത് മാറ്റമാണ് കേരളത്തിന് മുമ്പ് നടന്നിട്ടുള്ളത്? നിങ്ങൾ പല പാർട്ടിക്കാർ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, സ്കൂളിൽ പഠിച്ച സ്ഥലത്ത് ഹർത്താൽ ആഗ്രഹിച്ചിട്ടുണ്ട്, കാരണം സ്കൂളിൽ പോകണ്ട. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോൾ വലുതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളൊരു യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് ഹർത്താൽ താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഹർത്താൽ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേ നമ്മുടെ കമ്പനിയിൽ നിന്നൊന്നും ലീവ് കിട്ടത്തില്ല. അത് മാൻഡേറ്ററി ആയിട്ട് ഞങ്ങളുടെ ലീവായിട്ട് അത് നമുക്ക് കിട്ടേണ്ട ലീവ് അവർ മാർക്ക് ചെയ്തിട്ട് അത് അങ്ങനെ ആക്കി ഇടത്തേ ഉള്ളൂ. കാരണം നമുക്ക് നഷ്ടമാണ്. നമുക്കൊരു ആവശ്യത്തിന് എടുക്കേണ്ട ലീവ്, ഒരു മെഡിക്കലായിട്ട് എടുക്കേണ്ട ലീവോ നമ്മുടെ കുടുംബത്തിന് എടുക്കേണ്ട ലീവോ വെറുതെ ഒരു ഹർത്താലിന് വേണ്ടി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താൽ എതിർക്കുന്നത്. നമുക്ക് പ്രയോജനങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമൂഹം എതിർക്കുന്നത്. ഈ പാർട്ടിക്കാരെ പേടിച്ചിട്ട് മാത്രമാണ്. പിന്നെ 100 കോടി ആൾക്കാർ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഭൂരിപക്ഷം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വരരുത്.